ഏതാനും ആഴ്ചകൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് USCIF. അതായത് ആം, ലോകത്തുള്ള പല റിലീജിയസ് ഫ്രീഡം, മതപരമായ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു വിഭാഗമാണ് ആ, അമേരിക്കൻ സർക്കാരിൻ്റെ. അവർ ഒരു ഉപരോധം അല്ലെങ്കിൽ ബാൻ RSSനും റോയ്ക്കുമെതിരെ, റോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെതിരെ ഒരു ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നു. അത് ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഈ സംഘടനകൾക്ക് ഉണ്ടാക്കും. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടേത് അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ നിലപാടുകൾക്കും പ്രവൃത്തികൾക്കും, അതിപ്പോൾ നമുക്കറിയാം യൂറോപ്പിലൊക്കെ വളരെ സംഘടിതമായിട്ടുള്ള ഇതുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയ. കാരണം ഹിന്ദു മതം ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം അതിനൊരു വലിയൊരു തലമുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഉപരോധം അവർക്ക് അവരുടെ മണി ട്രാൻസാക്ഷൻസ്, ഇപ്പം യൂറോപ്പിൽ നടക്കുന്ന, അമേരിക്കയിൽ നടക്കുന്ന, ഓസ്ട്രേലിയയിൽ നടക്കുന്നതിന് വളരെ ദോഷം ചെയ്യും. ഒപ്പം തന്നെ റോയ്ക്കും എതിരെ അവർ അതിൽ പ്രതിപാദിച്ച വിഷയം എന്ന് പറയുന്നത് CPC, കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇത്തിരി പിന്നോട്ട് പോയാൽ അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിച്ച വിഷയം ഒരു 2-3 ആഴ്ച മുമ്പ് പറഞ്ഞ വിഷയം അതിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനെപ്പോഴും കാറിൽ പോകുമ്പോൾ ഇവിടെ ഒരു നാഷണൽ റേഡിയോ ഉണ്ട്. ആ റേഡിയോ FM റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റാം മാധവ് എന്ന RSSൻ്റെ വക്താവാണെന്ന് തോന്നുന്നു അദ്ദേഹം, RSSൻ്റെ ഒരു ഉയർന്ന അദ്ദേഹം വാഷിങ്ടൺ DC ഈ ഉപരോധത്തിനെ പറ്റി ഒരു പക്ഷേ അതിനുള്ള വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഒട്ടുമിക്ക അമേരിക്കൻ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി പ്രതിപാദിച്ചത് ലോക്കൽ അല്ലറ ചില്ലറ ആൾക്കാർ മാത്രമാണ് ഈ വിഷയം കയ്യിലെടുത്ത് പ്രതിപാദിച്ചത്. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഇത് വലിയൊരു വിഷയം ആണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് മോഡിയും RSS നേതൃത്വം മോഹൻ ഭഗവത്തുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ താരിഫ് മുതൽ വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിനോട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്നതിനുള്ള വിഷയം. അത് ഭൂരിഭാഗവും റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ് ഇവിടുത്തെ കൺസർവേറ്റീവ് വിഭാഗം എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, ഒട്ടനവധി സെനറ്റർമാരും കോൺഗ്രസ്മാൻമാരും ഒക്കെ ആഴത്തിൽ അവർ നോക്കുന്നവരാണ്. ഇപ്പം രാഷ്ട്രീയ നേതൃത്വത്തിൽ ട്രംപ് ഇരിക്കുന്നെങ്കിൽ കൂടി ഡെമോക്രാറ്റിക് പാർട്ടിയിലാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണെങ്കിലും ഇവിടുത്തെ വലതുപക്ഷത്തിലും ഇടതുപക്ഷത്തിലാണെങ്കിൽ കൂടി ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും ഇവർ ഇടപെടുക സർവ്വസാധാരണമാണ്. ഇപ്പം അറബ് രാജ്യങ്ങളാണോ ചൈനയാണെങ്കിലും, ചൈനയൊക്കെ ഒട്ടനവധി ഇന്ത്യയെക്കാളും കൂടുതൽ, ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ പ്രതിപാദിച്ച വിഷയമാണ്, ഇന്ന് യൂറോപ്പിനേക്കാളും അമേരിക്കയെക്കാളും കൂടുതലുമായിട്ട് ക്രിസ്തുമതം വളരുന്നത് വിയറ്റ്നാം, ഇസ്ലാമിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള രാജ്യമായ ഇന്തോനേഷ്യ, അതല്ലെങ്കിൽ സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന പോലും, കമ്മ്യൂണിസ്റ്റ് ചൈന പോലും ഇടയ്ക്ക് അവർ പാസ്റ്റർമാർ ഒരു 5-6 മാസം മുമ്പ് ഒരു 10-40 പാസ്റ്റർമാരെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാൽ കൂടി അവിടെ വ്യാപകമായിട്ട് ക്രിസ്തുമതം വളരുകയാണ്. അത് ഏഷ്യയിൽ നമ്മൾ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലും ഇതുപോലെയുള്ള ഓപ്പണായി വരുന്ന സാഹചര്യമാണ് നിലകൊള്ളുന്നത്. ആ ഒരു സമയത്താണ് ഇന്ത്യയെപ്പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം,
നിങ്ങളൊരു ബൈബിൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ട്രക്കിൽ കുറച്ച് പശുവിനെ കൊണ്ടുപോകുന്നു, ആൾക്കൂട്ട ആക്രമണം, ഇതൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇസ്ലാമിനെ താത്വികമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രതിരോധിക്കാം. കാരണം അവർ ആക്രമണത്തിലൊക്കെ കൂടുതൽ നിൽക്കുന്ന നമ്മൾ ഗുജറാത്തിലൊക്കെ കണ്ടതാണ്. എന്നാൽ ഒറ്റ വ്യക്തി ഒരു ലോറിയിൽ കുറച്ച് പശുവിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് 10 ആൾക്കാർ വന്നിട്ട് ഈ തല്ലുക, കൊല്ലുക, അത് എങ്ങും ന്യായമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, RSS ഇസ്ലാമിൻ്റെ അത്ര ദോഷം ചെയ്യുന്നവരല്ല. എന്നാൽ കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഭയങ്കരമായിട്ട് ഹൈന്ദവ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ അതുകൊണ്ട് അവർ പ്രതീക്ഷിച്ച ഹിന്ദു രാജ്യമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അത് നാശത്തിൻ്റെ ഇതാണ്. അക്രമത്തിലൂടെ നിങ്ങൾക്ക് പണിതുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അതാണ് ഇപ്പം ഇസ്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പാത പിന്തുടർന്ന് ഇന്ത്യയെ ഹിന്ദു സൗദി അറേബ്യ ആക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഭിന്നിച്ച് കഷ്ടമാവും. പക്ഷെ മോഡി എന്ന രാഷ്ട്രീയ നേതൃത്വം ഇത് മനസ്സിലായി. ഇതെൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്, എനിക്ക് അറിയാത്ത കാര്യം. പക്ഷെ മോഹൻ ഭഗവത്തും RSS നേതൃത്വവും മോഡിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു പരിധി വിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം മണിപ്പൂർ വിഷയങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പം ഇന്ത്യയെ CPC കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് ഇവർ മുദ്രകുത്താൻ കാരണം. നിങ്ങൾ ചോദിക്കും ഇപ്പോൾ പലപ്പോഴും അതായത് അധികമായിട്ട് ചിന്തിക്കാത്തവരാണോ അതിനെപ്പറ്റി ഇത് അറിയാത്തവരാണോ എന്നറിയില്ല. ഞങ്ങൾക്ക് പുല്ലാണ്, വിഷയമല്ല, ഞങ്ങൾ തകർക്കുമെന്ന് അത് സാധാരണക്കാരന് ഒറ്റപ്പെട്ട ഒരു ബുദ്ധിയില്ലാത്തവനിരുന്ന് പറയാം. പക്ഷേ വലിയവൻ കൈകൂട്ടി അങ്ങോട്ട് പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും. ആദ്യം സാമ്പത്തികമായിട്ട്, പിന്നെ കായികമായിട്ട് നേരിടും. നമ്മളിപ്പോൾ ഇറാനിലൊക്കെ കാണുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഇന്ത്യക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അത് ഇപ്പം മണിപ്പൂർ വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് മാസ്ക് ചെയ്യുക. അവർ മാധ്യമങ്ങളിൽ വരാൻ എളുപ്പമാണ്. ഇപ്പോൾ രാജ്യത്ത് ഒരു പ്രവൃത്തി നടക്കുന്നു, നിങ്ങൾക്ക് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അതറിയേണ്ടവനറിയും എന്നുള്ളതാണ്. അത് മണിപ്പൂരിലൊക്കെ നടന്നതാണ്. മണിപ്പൂരിൽ ഇപ്പം നമ്മൾ വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ മാസ്ക് ചെയ്ത് ഇല്ലാണ്ടാക്കിയാലും ലോകത്തേക്കും പോവില്ല. യൂട്യൂബും ഗൂഗിളും ഒക്കെ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് കേൾക്കും, ഞങ്ങളുടെ ജോഗ്രഫിക്കൽ പ്രദേശമാണ്, ഇവിടുത്തെ വാർത്ത പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളും അറിഞ്ഞിരുന്നു, അല്ലറ ചില്ലറ ഇവിടുന്ന് ലഭിക്കുന്ന വാർത്ത മാത്രമേ പിന്നെ അവിടുന്ന് പുറത്ത് ചാടുള്ളൂ. ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തു, വാർത്താ കേബിളുകളെ ഇല്ലാണ്ടാക്കി. എന്നാൽ അറിയേണ്ടവൻ അറിയും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പം രാം മാധവ് എന്ന് RSSൻ്റെ എനിക്ക് തോന്നുന്നത് അവിടെ വളരെ താല്പര്യമുള്ളൊരു നേതാവാണ്. അദ്ദേഹം വാഷിങ്ടൺ DC വന്നപ്പോൾ ഇതിനെപ്പറ്റി നാഷണൽ റേഡിയോ, അമേരിക്കയിലെ ഒരു നാഷണൽ റേഡിയോ എപ്പോഴും FM റേഡിയോ ആണ്, അത് അയാളിൽ വന്നതിനെ പറ്റിയും ഇതിനെപ്പറ്റി അവർ മാത്രം റിപ്പോർട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അത് ഈ പറഞ്ഞ മാതിരി ഇപ്പം CNN, MSNBC, NPR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തീവ്ര അടുത്ത് ചിന്താഗതിക്കാരുള്ളവരാണ്. പക്ഷേ ഈ വിഷയം അവർ എടുത്തു കൊണ്ടുവന്നു. അപ്പം അവരിവിടെ വന്നത് ആ ഉപരോധം മാറ്റിയെടുക്കാനും ഇവിടെ ലോബിയിങ് എന്ന് പറയും. അതായത് ഓരോ വിഭാഗം, ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൻ്റെ ഓഫീസിൽ പോയിട്ട്, ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്, ആ വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്കുള്ള ഉപരോധം എടുത്ത് മാറ്റണം എന്ന് പറയാനാണ് RSSൻ്റെ രാം മാധവ് ഇവിടെ വാഷിങ്ടൺ DC വന്നത്. അപ്പം അദ്ദേഹത്തിനെ പലരും മാധ്യമങ്ങൾക്കൊന്നും തല കാണിക്കാതെ എങ്ങനെ ഇത് ഒതുക്കത്തിൽ തീർക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെ വരവിനോടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് RSSനെ മുന്നിലോട്ട് ഇട്ടുകൊടുത്ത് രാഷ്ട്രീയ നേതൃത്വം പിൻവാങ്ങിയ പോലെയാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക. എന്നിരുന്നാൽ കൂടി ഞാൻ പലപ്പോഴും RSSനെ പ്രകീർത്തിച്ചും പല കാര്യങ്ങളും ഇപ്പോൾ അവരുടെ സേവാഭാരതി പോലുള്ളതിനൊക്കെ പ്രകീർത്തിച്ച് പറഞ്ഞപ്പോഴും ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികൾ അവർക്ക് ഉണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണെന്ന് RSSൻ്റെ നേതൃത്വം മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കാനുള്ളത്.